ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് സുഖം തന്നെയാണ്. അപ്പം എന്തായാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, കാരണം കുറച്ച് പണിയിലായിരുന്നു. ഈ മൊബൈലിന് എന്തോ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. എന്നാൽ അതിന് ഈ വീഡിയോ ചെയ്തൊന്നും അങ്ങോട്ട് സ്റ്റോർ ആവുന്നില്ലായിരുന്നു. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇപ്പോൾ എടുത്ത് അപ്പോൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വരുന്ന കാര്യം എന്ന് വെച്ചാൽ എൻ്റെ കാര്യമാണ്. കാരണം എനിക്കുണ്ടായ ഒരു പ്രണയം വർഷങ്ങൾക്ക് മുമ്പ്, അതായത് എൻ്റെ ഒരു 13 വയസ്സിൽ എനിക്കുണ്ടായൊരു പ്രണയമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. കാരണം അതൊരു 13 വയസ്സ് മുതൽ ഒരു എൻ്റെ കല്യാണം വരെ 17 വയസ്സ് വരെ നീണ്ടുന്നൊരു പ്രണയം. കാരണം എൻ്റെ അമ്മയുടെ മൂത്ത സിസ്റ്ററുടെ മോൻ, അതായത് എൻ്റെ ഒരു മൂത്ത ബ്രദർ സുഖാരൊരു ഹോസ്പിറ്റലിൽ കിടന്ന സമയത്താണ് ഞാൻ ഈ പുള്ളിനെ ആദ്യമായിട്ട് കാണുന്നത്. ഈ പുള്ളി ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. അന്നേരം അന്ന് ബ്രദർ എന്നൊരു വാർഡിലാണ്, എന്നിട്ട് ഈ പുള്ളിയും ഒരു വാർഡിലാണ് കിടക്കുന്നത്. ഞാൻ പ്രണയിച്ച വ്യക്തി അന്ന് ചെറിയ കുട്ടിയാണ്. അന്നേരം ബ്രദറിൻ്റെ കൂടെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് അന്ന് ആ അമ്മയുടെ ചേച്ചിക്ക് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥയായിരുന്നു. പുള്ളിക്കാരിക്ക് അവിടെ പോകേണ്ട ആവശ്യമുള്ളത് എന്നെ അവിടെ ഇരുത്തിയിട്ട് പുള്ളിക്കാരി പോയി. എന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഓപ്പോസിറ്റാണ് ഈ ചേട്ടൻ്റെ ബെഡ്, എൻ്റെ ബ്രദറിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അതിനെൻ്റെ ചേട്ടനാണ് കേട്ടോ പുള്ളി, എൻ്റെ ബ്രദർ ചേട്ടനാണ്. എന്നിട്ട് ഈ ചേട്ടൻ ഞാൻ എൻ്റെ ചേട്ടൻ്റെ കട്ടിലേൽ ഇരിക്കുമ്പോൾ ഓപ്പോസിറ്റ് ഒരു ചേട്ടൻ ഒരു കണ്ണാടി നോക്കിയിട്ട്, ആ ചേട്ടൻ ഇവിടെ എല്ലാം അങ്ങോട്ട് ആക്സിഡൻറ്റ് പറ്റിയിട്ട് എന്തോ പാച്ചാണ്. എന്നിട്ട് ഇങ്ങനെ മുഖം പാച്ച് അതുകൊണ്ട് മുഖം ഇങ്ങനെ പൗഡർ ഇടുകയാണോ എന്തോ അറിയില്ല, പുള്ളി തുടയ്ക്കുക എന്തോ ചെയ്യും. പക്ഷേ എനിക്കിത് കണ്ടിട്ട് ഫീലായത് പുള്ളി ഈ പാച്ചി മുറിഞ്ഞ സ്ഥലത്തിൻ്റെ ഇപ്പുറത്തൊക്കെ പൗഡർ ഇടുന്ന മാതിരിയാണ് എനിക്ക് ഫീലായത്. എനിക്കിത് കണ്ടിട്ട് ചിരി സഹിക്കാൻ പറ്റും. ഞാൻ കളിയാക്കി ചേട്ടനെ. ഞാൻ ചെറിയ കുട്ടിയാണ്, കളിയാക്കിയതാണ്, പക്ഷെ തെറ്റാണ്, കളിയാക്കാൻ പാടില്ലായിരുന്നു, കളിയാക്കി. അത് ചേട്ടൻ ഭയങ്കര ദേഷ്യൻ്റെ കണ്ണുരുട്ടി കാണിച്ച്. അതായത് നീ എത്ര പഠിക്കുമെന്ന് ചോദിച്ചത്. ഞാൻ അന്നേരം 8-ലോ 9-ലോ എങ്ങാണ്ട് പഠിക്കുകയാണ്. ഞാൻ 8-ലോ 9-ലാണ് എന്ന് പറഞ്ഞു. ശരി, എൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ എൻ്റെ പേര് പറഞ്ഞു. എന്ന് വെച്ചാൽ ചേട്ടൻ്റെ ആക്സിഡൻറ്റ് പറ്റിയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ ആദ്യം ആക്സിഡൻറ്റ് പറ്റിയതാണ്, ബൈക്ക് തന്നെ അങ്ങോട്ട് എന്താ ആക്സിഡൻറ്റ് പറ്റിയതാണെന്ന് പറഞ്ഞു. നീ സ്കൂളിലാണ് പഠിക്കുന്നത് വെച്ചാൽ സ്കൂളും പറഞ്ഞ്. ഇത് ആരാ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോനാണെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. ഇങ്ങനെ മുതിർന്നവരെ കളിയാക്കരുതെന്ന് പറഞ്ഞു. എൻ്റെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി കേട്ടോ, സോറി എന്ന് പറഞ്ഞു. അന്ന് എനിക്ക് സ്വഭാവമുണ്ട്, ഒരു മനോരമ മംഗളം വീട്ടിലാരും കാണാതെ വായിക്കുമായിരുന്നു. ആ ഒരു പ്രായത്തിൻ്റെയാണ്. അന്നേരം ഈ മംഗളവും മനോരമയും കൊണ്ട് ഒരു ചേട്ടൻ അതിലിങ്ങനെ പോകും. കാരണം ഞാൻ എൻ്റെ സിസ്റ്ററോട് പറഞ്ഞു ഈ ഹോസ്പിറ്റലിൽ മംഗളവും മനോരമയും കിട്ടി. പിന്നെ ദിവസം ഇങ്ങനെ ഉച്ച വരെ അവിടെ വന്ന് ഹോസ്പിറ്റലിൽ ഇങ്ങനെ കൂട്ടി. അത് സ്കൂൾ വെക്കേഷൻ ടൈമാണ്. ഉച്ച വരെ ഹോസ്പിറ്റലിൽ അതിങ്ങനെ ഇരിക്കും. അതെൻ്റെ സിസ്റ്ററോട് ഈ മനോരമയും മംഗളവും ഇങ്ങനെ അതിലേ പോകും, ഞാൻ മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞാൽ മേടിച്ചുകൊണ്ട്, അതായത് എൻ്റെ കയ്യിലൊരു ബാഗൊക്കെ ഉണ്ട്. ആ ബാഗ് സ്കൂളിൻ്റെ ഒരു സഞ്ചി പോലത്തെ ബാഗ് എൻ്റെ കയ്യിലുണ്ട് സ്ഥിരം. അത് കുടയും ഒക്കെ സ്ഥിരം ഇരിക്കുന്നതാണ്, വെള്ളവും കുടിക്കാനുള്ള വെള്ളമല്ല. പണ്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ബ്രദർ സിഗരറ്റ് വലിക്കുമായിരിക്കാം, പുള്ളി പുറത്തോട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ മംഗളവും ഇതും വിൽക്കുന്ന ആൾ അപ്പോൾ ഈ ചേട്ടൻ്റെ സൈഡിൽ കൂടെ ഇറങ്ങി ആ ചേട്ടൻ്റെ അടുത്ത് പോയി നിന്ന് ഇത് മേടിച്ച്, ആരും കാണാതെ മേടിച്ചിട്ട് ഈ ചേട്ടൻ ഇത് കണ്ടിട്ട് എൻ്റെ അടുത്ത് വെച്ച് നീ ഇതൊക്കെ വായിക്കില്ലേ? ഞാൻ പറഞ്ഞു എനിക്കല്ല, ഒരു ചേച്ചിക്കാന്ന് പറഞ്ഞു. ഏത് ചേച്ചിക്ക്, നിന്നെ കൊണ്ടാണ് ഇതൊക്കെ മേടിപ്പിക്കുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഒരു ചേച്ചി പറഞ്ഞിട്ട് മേടിക്കുകയാണ്, അത് മേടിച്ച് അവിടെ കൊണ്ട് ചെല്ലാൻ പറഞ്ഞത്, പൈസ ഒന്നും ഇട്ടിട്ട് മേടിച്ചതെന്ന് പറഞ്ഞു. പക്ഷേ ഈ ചേട്ടൻ മനസ്സിലായി ഈ ചേച്ചിക്കൊന്നും അല്ല, ഈ ചേച്ചിക്ക് വായിക്കാനാണെന്ന്. അന്നേരം എൻ്റെ ബ്രദർ തിരിച്ചു, ഞാൻ ഇത് എൻ്റെ ബ്രദർ കാണാതെ കൊണ്ടുവന്ന് ബാഗിനുള്ളിൽ വെച്ചപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞു കൊടുക്കും എന്നെ വരട്ടിക്കൊണ്ടിരുന്നു. അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറയില്ല ഇങ്ങനെ ആക്ഷൻ കാണിക്കും. അപ്പോൾ എൻ്റെ ബ്രദർ എന്താണെന്ന് വെച്ചാൽ അവരെ ഒന്നുമില്ലയെന്ന് പറഞ്ഞു. പക്ഷെ അവരവരെപ്പോഴും നല്ല സുഹൃത്തുക്കളായി അടുത്തിടക്കുന്ന ആളല്ലേ. ഞാൻ അന്നേരം ചേട്ടൻ എന്തോ കുടിച്ചിട്ട് എൻ്റെ ക്ലാസ് എന്നിട്ട് പറഞ്ഞു ഇത് ബാത്റൂമിൽ ഇത് കൊണ്ടുവന്ന് കഴുകിയിട്ട് വരാൻ പറഞ്ഞു. ഞാനിത് കൊണ്ട് ഈ ചേട്ടൻ മൂത്രം ഒഴിക്കാനാണെന്ന് തോന്നുന്നു ബാത്റൂമിൽ പോകാൻ. എന്നിട്ട് എന്നെ ഇങ്ങനെ പിച്ചിട്ട് വെച്ച്, ഈ പ്രായത്തിലാണോ നീ മനോരമയും മംഗളവും വായിക്കുന്നത്, പഠിക്കേണ്ട പറഞ്ഞത് എന്നെ പിച്ചി. ശരിക്കും വെച്ച് വേദനിച്ചു, നല്ലോണം എന്നെ പിച്ചി ആ ചേട്ടൻ. എനിക്ക് നല്ല വൃത്തിയാണ്, അത് വേദനിച്ചു. ഞാനത് തടവിയിട്ട് എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് പോയിരുന്നു. പക്ഷേ ഈ ചേട്ടൻ പിച്ചിയിലേക്ക് പെയിൻ എന്തോ ഒരു എഫക്റ്റ് ഉള്ള മാതിരി ഫീലായി.
അങ്ങനെ ഞാൻ ഡെയിലി അവിടെ ഈ വെക്കും, ഉച്ചവരെ ഇരിക്കും, പോകും. അങ്ങനെ സ്ഥിരം ഈ ചേട്ടനെ കാണും, ഈ ചേട്ടനോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കും, ഞാൻ ഈ ചേട്ടനോട് സംസാരിക്കും. അങ്ങനെ ഞങ്ങൾ ഡിസ്ചാർജായി. പിന്നെ എനിക്ക് സ്ഥിരം ഈ ചേട്ടനെ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു പോക്കായി. ആ ഒരു പ്രായത്തിൻ്റെ ഒരു ഇതാണ്, നിങ്ങൾ ആലോചിക്കണം. പിന്നെ മനോരമയും മംഗളമൊക്കെ വായിക്കുന്നുണ്ട്, ഇങ്ങനെ കാണാൻ വേണ്ടി പോക്കായി. വലിയ വെച്ചിട്ട് കൂടെ പോയി തന്നെ സ്ഥിരം പോകും. അങ്ങനെ ഞങ്ങൾ ഡിസ്ചാർജ് ആവുന്ന സമയം ഇപ്പോൾ ഈ ചേട്ടൻ അവിടെ സ്ഥിരം കിടക്കുകയാണ്. അന്നേരം ഞാൻ എൻ്റെ സിസ്റ്ററോടൊന്നെല്ലാം പറയും, ഇതിങ്ങനെയാണ്, ഇങ്ങനൊരു ചേട്ടൻ അവിടെ ഉണ്ട്. എന്തോ ഒരു മനസ്സിൽ വല്ലാത്തൊരു ഇത് വേണം. ഞാൻ അവളെ പൊടി ജനിച്ച് എന്നൊക്കെ എൻ്റെ വഴക്ക് പറയും. അങ്ങനെ ഡിസ്ചാർജായി ഇങ്ങനെ ഇങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് ഈ എൻ്റെ ബ്രദർ എന്നോട് പറയും, ആ നേഴ്സിംഗ് റൂമിൽ നിന്ന് ഒരു പേപ്പർ തിരഞ്ഞ് മേടിച്ചുകൊണ്ട് വരാൻ. അവിടെ പോയി ഈ ചേട്ടൻ വന്നിട്ട് എൻ്റെ കയ്യിലൊരു അഡ്രസ്സ് തന്നു. എന്നിട്ട് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് നീ ലെറ്റർ അയക്കുക, ഇല്ലെങ്കിൽ പറ്റുന്നെങ്കിൽ എഴുതെന്ന് പറഞ്ഞു. ഞാൻ ശരിയെന്ന് പറഞ്ഞ് മേടിച്ചു. പക്ഷേ എനിക്കിത് മേടിച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യ. എന്ത് എവിടെ കൊണ്ട് വെക്കും, കാരണം കയ്യിൽ പേപ്പർ മറ്റേ ഹോസ്പിറ്റലിൻ്റെ ഞാനത് കഷ്ടിച്ച് പിടിച്ചുകൊണ്ട് വന്ന് ഞങ്ങളതിൻ്റെ ബാഗിൽ വെച്ച്. എനിക്കെന്തോ അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്തെ മനസ്സിൽ വല്ലാത്തൊരു ഫീലായി. അതിപ്പോൾ പറയാൻ അറിയില്ല ഫീൽ എന്താണെന്ന്. ഒരു വിഷമമായി. ഈ ചേട്ടനെ ടാറ്റയൊക്കെ പറഞ്ഞിറങ്ങി. 13 വയസ്സുകളൊന്ന് ആലോചിച്ചോണം. വീട്ടിൽ വന്നപ്പം എനിക്ക് വിഷമം, എന്തോ എനിക്ക് ഈ ചേട്ടനെ കാണുമെന്നുള്ളൊരു മനസ്സ്. ഞാൻ എൻ്റെ സിസ്റ്ററോട് പറഞ്ഞു. എൻ്റെ സിസ്റ്റർ പറഞ്ഞ് വിഷമിക്കേട്ടാ, എനിക്ക് ആ ചേട്ടനെ കണ്ടാൽ പോരെ എന്ന് പറഞ്ഞിട്ട് ഇവൾക്കൊരു വയറ്റ് വേദന. ഇവൾക്ക് ശരിക്കൊരു വയറ്റ് വേദന വന്നു. അന്നേരം പെട്ടെന്ന് വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. എന്നാൽ ഈ ചേട്ടൻ കിടക്കുന്നത് ജെൻസിൻ്റെ സ്ഥലത്തും ഇവള് കിടക്കുന്ന ലേഡീസിൻ്റെ സ്ഥലത്ത്, പെണ്ണുങ്ങൾ കിടക്കുന്ന സ്ഥലത്ത്, കുട്ടികളെ കിടക്കുന്ന സ്ഥലത്ത്. പക്ഷേ ഈ ചേട്ടൻ കാടൊക്കെ അപ്പുറത്തെ ബിൽഡിങ്ങിൽ പോകണം. എനിക്കങ്ങനെ കാണാൻ പോകാൻ പറ്റത്തുമില്ല. എന്നിട്ട് ഞാനിങ്ങനെ ചായ കോഫി ഒന്നും മേടിക്കാൻ പറഞ്ഞപ്പോൾ ഈ ചേട്ടൻ എന്നെ കണ്ട എൻ്റെ നീ എന്താ ഇവിടെയും ചോദിച്ചു. നീ ഹോസ്പിറ്റലിൽ പോകുന്നില്ലേ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, എൻ്റെ സിസ്റ്റർക്ക് സുഖമല്ല, ഇവിടെ കിടക്കുകയെന്ന് പറഞ്ഞു. ഉടനെ ഈ ചേട്ടൻ വന്ന് സിസ്റ്ററെ കണ്ടു, സംസാരിച്ചു. എൻ്റെ സിസ്റ്ററാണ് അമ്മൂമ്മയൊക്കെ അവരെയൊക്കെ ഹോസ്പിറ്റലിൽ കണ്ടിട്ടുണ്ട്. ഉടനെ ബ്രദറിൻ്റെ വിശേഷങ്ങളൊക്കെ തിരക്കി. അങ്ങനെ അവരങ്ങ് ഉപതരെ ഇവൾക്ക് കൂട്ടിയിരിക്കുന്നത് ഞാനാണ്. ഒരു അമ്മൂമ്മയ്ക്കാണെങ്കിൽ വീട്ടിൽ പോയി ചോറും കറിയൊക്കെ എടുത്തുകൊണ്ട് വരണം. കൂട്ടി അങ്ങനെ ഈ ചേട്ടൻ അങ്ങനെ സ്ഥിരം ഇവളെ കാണാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ അവിടെ വരും. അതപ്പോൾ ഈ ചേട്ടൻ ഒരു ദിവസം ഇവളെടുത്ത് വെച്ച് നിനക്ക് എന്താ പറ്റിയത്, സത്യം പറയുമെന്ന് പറഞ്ഞ്. ഇല്ല ഏട്ടാ, ഇവൾക്ക് ചേട്ടനെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരു കള്ള വയറ്റ് വേദന വന്നതാന്ന് പറഞ്ഞു. ഇതൊക്കെയാണോ ചെയ്യേണ്ടത്, എന്തെങ്കിലും മരുന്നിൻ്റെ ഒക്കെ എഫക്റ്റ് വന്നാലോ, സൈഡ് എഫക്റ്റൊക്കെ വന്നാലോ അങ്ങനെ ചെയ്യരുത് കുട്ടികളെന്ന് പറഞ്ഞു. ഉടനെ അന്നേരം എന്നെ ഈ ചേട്ടൻ പറഞ്ഞു, നിൻ്റെ ഈ ചേച്ചീനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ, നിൻ്റെ സിസ്റ്റർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അന്നേരമാണ് ശരിക്കും പൂത്തിരി വീണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അന്നേരം വെച്ചാൽ എന്ത് ഇഷ്ടമാണ് ചേട്ടനെന്ന് വെച്ചാൽ അത് ഇഷ്ടമാണ്. നിങ്ങൾ പഠിക്ക്, ഇപ്പം സ്കൂളിൽ പഠിക്കേണ്ട ടൈമാണ്, സ്കൂളിൽ പഠിക്കണം, സ്കൂളിൽ പോകണം. ഇനി അങ്ങോട്ട് ഞാൻ 10ാം ക്ലാസ്സിലോട്ടാണ് ഇനി അങ്ങോട്ട് അടുത്ത് പോകുന്നത്. 10ലാണോ 9ലാണോ, 10ലോട്ടാണ്, 9 10ലോട്ട് പോകുന്നത്. 10ലോട്ടാണ് പോകുന്നത്. ഇനി അങ്ങോട്ടുള്ള സമയം പഠിക്കേണ്ട സമയമാണ്, അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എടുക്കേണ്ട സമയമല്ല. പഠിക്കണം, പെൺകുട്ടികളായ പഠിക്കണം, വിദ്യാഭ്യാസം വേണം, എന്നിട്ടൊക്കെ നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞ് ചേട്ടൻ പോയി. ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്ന്. അങ്ങനെ അന്നേരം ഞങ്ങളുടെ തറവാട്ടിൽ അമ്പലത്തിൽ ഉത്സവമാണ്. ഞാൻ ഈ ഉത്സവത്തിന് എപ്പോഴും ഞാൻ ഇങ്ങനെ പോസ്റ്റർ നോക്കിയിരിക്കും. ലെറ്റർ എൻ്റെ അഡ്രസ്സ് ഞാൻ ഈ ചേട്ടന് കൊടുത്തു. ലെറ്റർ വരുന്നുണ്ടോ, പക്ഷേ ലെറ്ററൊന്നും വരുന്നില്ല. 3-4 മാസമായിട്ടും ലെറ്ററൊന്നുമില്ല. അങ്ങനെ ഒരു വിഷു ടൈമാണ്. എന്നിട്ട് ഞങ്ങളെ മാമൻ്റെ വീട്ടിലാണ്. എൻ്റെ സിസ്റ്റർ ഒരിക്കൽ ഓടി വരുന്നത്, ഈ ലെറ്റർ വന്നെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ പേർക്ക്. നോക്കിയപ്പം ഈ പുള്ളിയുടെ പേരെഴുതിയ ലെറ്ററാണ്, ബാക്കിൽ അഡ്രസ്സ്. എനിക്ക് സന്തോഷമായി. പക്ഷെ അതിൻ്റെ മാമൻ്റെ മുഖം കണ്ടുപിടിച്ചു ഈ ലെറ്റർ. പക്ഷെ അത് ഞാൻ അപ്പം ആ ലെറ്റർ വീടിങ്ങനെ വയറ്റിനുള്ളിൽ പോയി കേട്ടോ. കാരണം അത് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. കൊള്ളാം, ആ ഒരു പ്രായത്തിൽ ലവ് ലെറ്ററിൻ്റെ പ്രായം. പക്ഷെ എൻ്റെ മാമൻ്റെ മുന്നേ അറിയാമായിരുന്നു ഇങ്ങനൊരു റിലേഷൻഷിപ്പ് എവിടെയായിരിക്കും ഉണ്ട് എന്ന് അവനറിയാമായിരുന്നു. അങ്ങനെ എപ്പോഴും എനിക്ക് ലെറ്റർ വരും, മറുപടി അയക്കും. അങ്ങനെ അതെൻ്റെ വീട്ടിൽ നോട്ട് ചെയ്യാൻ തുടങ്ങി. എൻ്റെ അമ്മൂമ്മ നോട്ട് ചെയ്യാൻ തുടങ്ങി, ഈ ലെറ്റർ ആരാ അയക്കുന്നതെന്ന്. അങ്ങനെ അവർ പോസ്റ്റ്മാനെ കണ്ട് അപ്പോഴത്തേക്ക് 2-3 വർഷമൊക്കെ ആയി. ലെറ്ററിൽ എഴുതുന്ന പുള്ളി പഠിക്കണം, നല്ല വിദ്യാഭ്യാസം നേടണം, പെൺകുട്ടികളായാലും അങ്ങനെ കുറേ ഉപദേശങ്ങളാണ്. അല്ല ലെറ്ററിൽ കാര്യമായിട്ടൊന്നുമില്ല, ഇതൊക്കെ തന്നെയാണ് പഠിക്കണം. പക്ഷേ
ഇവർ ലെറ്റർ പൊട്ടിച്ച് വായിച്ചപ്പോഴും ഒരാണ് എഴുതുന്ന ലെറ്ററെന്ന് മനസ്സിലായി. പക്ഷെ പഠിക്കണമെന്നും അങ്ങനെയൊക്കെ തന്നെ എഴുതുന്നത്. പക്ഷെ എനിക്കൊരു 10ാം ക്ലാസ് കഴിഞ്ഞു ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഞാൻ അവിടുത്തെ കോളേജിൽ ജ്യോതി എന്ന് പറയുന്ന കോളേജിൽ അവിടെ പഠിക്കാൻ വേണ്ടി ചേർന്നത്, വീണ്ടും ഉപരിപഠനത്തിൽ ചേർന്നത്. പക്ഷെ എനിക്ക് ലെറ്ററൊന്നും വരുന്നില്ല, കാണുന്നില്ല. ഞാൻ എന്തായാലും ചേട്ടൻ ലെറ്ററൊന്നും അയക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. കട്ട പ്രേമമാണ്. 1-2 പ്രാവശ്യം കണ്ടിട്ടുമുണ്ട്. വീട്ടിലെ സിസ്റ്റർക്കും പിന്നെ ഇമാമൻ്റെ മക്കൾക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനൊരു ലൈൻ ഉണ്ടെന്നൊക്കെ. അങ്ങനെ ലെറ്ററൊന്നും പിന്നെ വരാതായി പിന്നെ ആലോചിച്ച് പിന്നെ എനിക്ക് 17 വയസ്സോളമായി. ഈ 13 വയസ്സ് മുതൽ ഈ 17 വയസ്സിൽ ഞങ്ങൾ കണ്ടിരിക്കുന്ന 1-2 പ്രാവശ്യം മാത്രം. അത് അമ്പലത്തിൻ്റെ സൈഡിൽ വെച്ചിട്ടാണ്, ഇങ്ങനെ അമ്പലത്തിൽ വെച്ചിട്ടാണ് കണ്ടിട്ടുള്ളത്. പുള്ളിയുടെ സ്ഥലം ഞങ്ങളുടെ വീടിനടുത്ത് കുറച്ച് ദൂരെയാണ്. അത് ഈ അമ്പലത്തിൽ വന്ന് കണ്ടാണ് ജസ്റ്റ് ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിൽക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ കാണലൊക്കെ. അല്ലാതെ ഇപ്പോഴത്തെ കാലത്തൊക്കെ ഒരുമിച്ച് യാത്രയായിട്ട് അങ്ങനെയൊന്നും ഇല്ല. ഒരു പ്രാവശ്യം ഇതിൻ്റെ കാര്യം പറഞ്ഞ് ഞങ്ങൾ ഒരമ്പലം വരെ പോയി, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തോട്ട് ഞങ്ങൾ കാണലൊന്നുമില്ല. പിന്നെ അങ്ങനെ ലെറ്ററും ഒന്നുമില്ല, ഒരു കാര്യങ്ങളുമില്ല. ഇതൊക്കെ ആയിപ്പോയി. എൻ്റെ വീട്ടിൽ ഓൾറെഡി ലെറ്റർ പിടിച്ചു. അങ്ങനെ പോസ്റ്റ്മാനെ കണ്ട എൻ്റെ അമ്മൂമ്മ ലെറ്റർ മേടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അറിയുന്നില്ല ആ സംഭവമൊന്നും. അങ്ങനെയാണ് എനിക്ക് ഈ കല്യാണാലോചന വരുന്നതും കല്യാണം ഉറപ്പിക്കുന്നതും. അന്നേരം ഈ ചേട്ടന് ഞാൻ സിസ്റ്റർ ഈ ചേട്ടൻ കഴുത്തിലിട്ടിട്ട് മറുപടിയൊന്നും ഇല്ലല്ലോ, എന്ത് ചെയ്യുക? അതവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കല്യാണം കഴിച്ച് പോവുക, അതേ ഉള്ളു എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ലെറ്ററൊക്കെ പുള്ളിക്ക് കിട്ടുന്നുണ്ട്, പക്ഷെ പുള്ളിയുടെ ലെറ്ററൊന്നും എനിക്ക് കിട്ടാത്തത്. ഞാൻ പറഞ്ഞ എന്തായാലും ഒരു മറുപടി ഒരു ലെറ്റർ കൊണ്ട് അയക്കുക, എന്തെങ്കിലും മറുപടി വരുന്ന വരട്ടെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ കല്യാണമാണ്, വീട്ടിൽ കല്യാണം ഉറപ്പിച്ച് ഇത് കാണുന്നെങ്കിൽ ചേട്ടൻ പെട്ടെന്ന് വീട് വരെ വരണമെന്നൊക്കെ പറഞ്ഞിട്ട് ലെറ്റർ അങ്ങോട്ട് അയച്ചിട്ടും എന്താ പറയുക, മറുപടിയില്ല, ഒരു മറുപടിയില്ല. ഞാൻ ആലോചിച്ചു മറുപടിയൊന്നുമില്ല. ഇപ്പം നമ്മളെ വേണ്ടാന്ന് വെച്ച് പോയതായിരിക്കും, അല്ലെങ്കിൽ പുള്ളി വേറെ എന്തെങ്കിലും കല്യാണം ഉറപ്പിക്കുക, അല്ലെങ്കിൽ വേറെ എവിടെയും ജോലിക്ക് ദൂരെ എവിടെയെങ്കിലും പോയിരിക്കും എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഈ കല്യാണത്തിൻ്റെ തിരക്കുകളായി. പക്ഷെ മനസ്സിനുള്ളിൽ വിഷമമുണ്ട്. കാരണം നമുക്ക് ജീവിക്കാൻ ഒരാളോട് ഇഷ്ടപ്പെട്ടിട്ടിരുന്നിട്ട് വേറൊരാളുടെ മുമ്പിൽ കഴുത്ത് കാണിച്ച് കൊടുക്കേണ്ട ഒരവസ്ഥയുണ്ട്. അതിൽ വിഷമമുണ്ട്. അന്നേരം ഈ ഒരു കല്യാണം ഉറപ്പിച്ചപ്പോൾ വീട്ടുകാർക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് അത് അവരുറപ്പിച്ചു. അന്നേരം വീടൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് അമ്മാമ്മയ്ക്കൊരു പെട്ടിയുണ്ട്. ആ പെട്ടി തുറന്നപ്പോഴാണ് കല്യാണത്തിന് 3 ദിവസം കണ്ടേ ഉള്ളൂ ഈ ലെറ്റർ ഞാൻ കാണുന്നത്. പുള്ളി എനിക്ക് മറുപടി അയച്ച ലെറ്റർ മൊത്തവും എൻ്റെ അമ്മാമ്മയുടെ അതിനകത്തിരിപ്പുണ്ട്. ഞാനെല്ലാം പൊട്ടിച്ച് ലാസ്റ്റ് എനിക്ക് വന്ന ലെറ്റർ, ഞാൻ വരും, ഉടനെ തന്നെ വീട്ടിലോട്ട് വരും, വീട്ടിലൊന്ന് സംസാരിക്കും എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ലെറ്റർ അയച്ചിരിക്കുന്നു. ഞാൻ എങ്ങനെ മറുപടി കൊടുക്കും? കല്യാണത്തിന് 3 ദിവസം കൂടെ ഉള്ളു, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പുള്ളി വരുമെന്നേ പറഞ്ഞുള്ളൂ, എപ്പോൾ വരുമെന്നൊന്നും ആ ലെറ്ററിൽ എഴുതിയിട്ടില്ല. ഞാൻ ഉടനെ തന്നെ വീട്ടിൽ വരും, വീട്ടിൽ വന്ന് സംസാരിക്കും എന്ന് പറഞ്ഞു. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആ മാനസികാവസ്ഥയിൽ. ഞാൻ എവിടെ പോയി തപ്പാനാണ് പുള്ളിയുടെ അഡ്രസ്സ് മാത്രമേ അറിയാവുള്ളൂ. അങ്ങനെ തിരക്കി പിടിച്ച് പോകാനുള്ള ഇന്നത്തെ കുട്ടികളെ കൊണ്ടാകുന്ന എനിക്ക് അന്നത്തെ തൻ്റെ ഇടം ഒന്നുമില്ല. അതുപോലെ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് ഇങ്ങോട്ടും വിടത്തുമില്ല. ഈ ഒരു കാര്യം അറിയാവുന്നതുകൊണ്ട് കല്യാണം അടുപ്പിച്ച് വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് ഇങ്ങോട്ടും വിടത്തുമില്ല. വീട്ടിൽ വിട്ടാലും ഒന്നെങ്കിൽ മാമൻ്റെ മക്കളെ എല്ലാവരും കൂടെയായിട്ടേ വിടത്തുള്ളൂ. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ പറ്റത്തില്ല. അങ്ങനെ കല്യാണം കഴിഞ്ഞ് 3ൻ്റെ അന്നാണ്ടാണ് ഈ ചേട്ടൻ എൻ്റെ വീട്ടിൽ വരുന്നത്. കല്യാണം ആലോചിച്ചോണം 3 ദിവസം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട്. പുള്ളി വന്നപ്പം എൻ്റെ സിസ്റ്റർ പറഞ്ഞു, നിനക്ക് കല്യാണത്തിൻ്റെ കുറച്ച് ബന്ധുക്കളൊക്കെ എന്തൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം ഇങ്ങനെ സിസ്റ്ററെ കണ്ടപ്പോൾ സിസ്റ്റർ അടുത്ത് പുറത്തോട്ട് പോയി സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞു, ചേട്ടാ കല്യാണം കഴിഞ്ഞിട്ട് 3 ദിവസമായെന്ന് പറഞ്ഞു. പുള്ളിയൊന്നും പറഞ്ഞില്ല, പുള്ളി തിരിച്ചങ്ങ് പോയി. അന്നേരം അത് കഴിഞ്ഞ് എൻ്റെ സിസ്റ്റർ എന്നെ ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ പുള്ളി വന്നിരുന്നു ഇങ്ങനെ ഞാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് ഭയങ്കര ടെൻഷനും വിഷമമായിപ്പോയി. കാരണം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഓൾറെഡി പറഞ്ഞു എനിക്കൊരു റിലേഷൻ ഉണ്ടായിരുന്നു, വീട്ടിൽ അറിയാമായിരുന്നു. പക്ഷേ പുള്ളിക്ക് ലെറ്റർ അയച്ചിട്ട് മറുപടിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ കല്യാണം വീട്ടുകാർ ഉറപ്പിച്ചപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞെന്നൊക്കെ ഞാൻ പുള്ളിയോട് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ നിശ്ചയം കഴിഞ്ഞ് 6 മന്ത് കഴിഞ്ഞാണ് എൻ്റെ കല്യാണം തന്നെ ആയത്. അപ്പോഴും ഞാൻ ലെറ്റർ അയക്കുന്നുണ്ട്, ഈ 6 മന്തിനുള്ളിൽ ചേട്ടൻ വരണമെന്നൊക്കെ പറഞ്ഞ് ലെറ്റർ അയച്ചിട്ടൊന്നും അതിന് മറുപടി ഇല്ലാതെ. പുള്ളി വരുമെന്ന ലാസ്റ്റ് ഒരു 1 മന്തിനുള്ളിൽ ഒരു ലെറ്റർ എനിക്ക് കിട്ടിയത് വരുമെന്ന്. പിന്നെ എനിക്ക് അതിന് ശേഷം അങ്ങോട്ട് ലെറ്റർ അയക്കാൻ പറ്റാതായിപ്പോയി.
എൻ്റെ കല്യാണത്തിന് 1 മന്തിന് മുമ്പാണ് പുള്ളിയുടെ ലെറ്റർ എനിക്ക് കിട്ടിയിരിക്കുന്നത്, ലാസ്റ്റ് ലെറ്റർ കിട്ടിയിരിക്കുന്നത്. അതും അമ്മൂമ്മയുടെ ആദ്യം നിന്നാണ് കിട്ടുന്നത്. എന്നിട്ട് എനിക്കൊന്നും കല്യാണത്തിന് 3 ദിവസമേ ഉള്ളൂ. എൻ്റെ കല്യാണത്തിന് 1 മാസം മുമ്പ് വരുമെന്നും പറഞ്ഞ് ലെറ്റർ അയച്ചേക്കുന്നതും, പക്ഷെ പുള്ളി വന്നിട്ടുമില്ല. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അന്നേരം ഓക്കെ, പിന്നെ നമ്മൾ ആ ലൈഫായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്നുള്ള രീതി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവമായി, വീണ്ടും വിഷു ഉത്സവം. ആ സമയത്ത് കല്യാണം കഴിച്ച പെണ്ണിച്ചിറക്കനൊക്കെ അമ്പലത്തിൽ വരണം, അങ്ങനൊരു ഇതുണ്ട്. ഞങ്ങൾ വന്ന സമയത്ത് ഈ പുള്ളി ആ ഉത്സവത്തിന് അവിടെ വന്നിട്ടുണ്ട്. എൻ്റെ ഓപ്പോസിറ്റാണ് വന്ന് നിന്ന് എന്നെ കണ്ടു. പക്ഷെ മിണ്ടാൻ പറ്റിയില്ല, മിണ്ടിയില്ല. എനിക്ക് പേടിയായിപ്പോയി. കാരണം ഞാൻ ഓൾറെഡി എൻ്റെ ഹസ്ബൻഡിനോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഓപ്പോസിറ്റാണ് ഈ പുള്ളി നിൽക്കുന്നതും പുള്ളിയുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നിൽക്കുന്നതും. പക്ഷെ എനിക്ക് ആ ഒരു ടെൻഷൻ ഇപ്പോഴും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ പേടിച്ചിട്ടുണ്ട്. അയ്യോ, ഇനിയിപ്പോൾ ഇവിടെ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെയുള്ള ഒരു പേടിയൊക്കെ ആയിപ്പോയി. പക്ഷെ പുള്ളിയൊന്നും പറഞ്ഞില്ല. പുള്ളിയുടെ കാര്യം നോക്കി പുള്ളി പോവുകയും ചെയ്തു, ഞങ്ങൾ പോവുകയും ചെയ്തു. പിന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡ് പോയതിന് ശേഷം എൻ്റെ മകളൊക്കെ ജനിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ആ പുള്ളീനെ ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ലൈഫിൽ കണ്ട്, യാദൃശ്ചികമായിട്ട് കണ്ടതാണ്, അമ്മയുടെ നാട്ടിൽ പോയ സമയത്ത്. അന്നേരം എൻ്റെ സംഭവങ്ങളൊക്കെ പുള്ളി അറിഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളും എല്ലാം അറിഞ്ഞിട്ടുണ്ട്. അതെന്നോട് ചോദിച്ച്, ഇനി എൻ്റെ കൂടെ ജീവിക്കാൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. നമുക്ക് ഒരുമിച്ച് ജീവിച്ചാലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. കാരണം അപ്പോഴത്തെ നമുക്ക് ലൈഫിൽ ഇങ്ങനെ വലിയൊരു സ്ട്രഗിൾ ചെയ്തിട്ട് നമ്മൾ നിൽക്കുകയാണ്. ആ ഒരു സമയത്ത് പുള്ളിയുടെ ലൈഫിലോട്ട് ചെന്ന് നേരിട്ട് എനിക്കൊന്നും നേടാനാണെന്ന് വെച്ചാൽ നമ്മൾ ജീവിതം അനുഭവിച്ച് ഇനി എന്താണ് ആ മനുഷ്യൻ്റെ ലൈഫിൽ ചെന്ന് നേരിട്ടെന്ന് ഇല്ല. ചേട്ടൻ പോയി വേറെ കല്യാണം കഴിക്കുക. ആ സമയത്ത് ആ പുള്ളി കല്യാണം കഴിച്ചിട്ടില്ല. എനിക്ക് അന്ന് 23 വയസ്സൊക്കെ ഉണ്ട്. ഹസ്ബൻഡ് പോയി ഒരു 2-3 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ പുള്ളീനെ കാണുന്നത്. 3-4 വർഷം കഴിഞ്ഞതിന് ശേഷം എൻ്റെ സംഭവങ്ങളെല്ലാം പുള്ളി അറിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. പറഞ്ഞില്ല, ചേട്ടൻ പോയി വേറെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ പറഞ്ഞു. അന്നേരം അങ്ങനെ പുള്ളി പോയി. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഫോൺ ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു, സുഖമാണെന്ന് തിരക്കുമായിരുന്നു. പിന്നെ അതങ്ങ് ഇല്ലാതായി. പിന്നെ ഞാനും അത് കൂടുതൽ അങ്ങോട്ട് ഇത് ചെയ്യാൻ പോയില്ല. കാരണം നമ്മളെ ജീവിതത്തിലൊന്ന് ഫെയിലായ വ്യക്തിയാണ്. പിന്നെ അതൊരാൾക്ക് വീണ്ടും അടുത്തൊരു ജീവിതത്തിലോട്ട് പോയി ഒരു ഫെയിലാവാൻ അന്നത്തെ ഒരു മനസ്സ് എനിക്ക് അനുവദിച്ചില്ല. കാരണം പിന്നെ എൻ്റെ ഹസ്ബൻഡിനോടുള്ള കടപ്പാടും കാര്യങ്ങളൊക്കെ ആലോചിച്ച് പറയും അത് ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ടും പിന്നെ അതിന് ഞാൻ നിൽക്കാതില്ലെങ്കിൽ എനിക്ക് ഇന്നൊരു കൂട്ടുമായി തുണയായിട്ട് അന്ന് ആ പുള്ളി പറഞ്ഞ കണക്ക് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ പറ്റുമായിരുന്നു. പക്ഷേ അത് നിന്നില്ല. പക്ഷേ പിന്നെ അതിനുശേഷം പുള്ളി എവിടെയാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല. പുള്ളിയുടെ പേരൊന്നും ഞാൻ പറയില്ല, എവിടെയാണെന്നോ എന്താണെന്നറിയില്ല. എവിടെ ആയാലും കല്യാണം കഴിച്ചതായിരിക്കാം. ഞാൻ ഇടയ്ക്കിങ്ങനെ ഫേസ്ബുക്കിലൊക്കെ സെർച്ച് ചെയ്യാറുണ്ട്, പക്ഷേ ഒരു ഫോട്ടോ പോലും കണ്ടിട്ടില്ല. ശരി, ഇനിയിപ്പോൾ കണ്ടാലും തിരിച്ചറിയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എന്നെയും തിരിച്ചറിയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു വീടിൻ്റെ അഡ്രസ്സ് ഇന്നും എൻ്റെ മനസ്സിൽ അതേപടി കിടപ്പുണ്ട്, മായത്തില്ല. എൻ്റെ ലൈഫിലെ ആദ്യവും അവസാനവും പ്രണയമാണത്. കാരണം അതിന്നും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയോ പൂത്ത് ഇങ്ങനെ നിൽപ്പുണ്ട്. ഉള്ള സത്യം പറയുകയാണെങ്കിൽ എന്നും ഞാൻ ഓർക്കും. ആ പുള്ളിയെയും ആ പുള്ളിയുടെ ലെറ്ററിനെ കുറിച്ചും ഞാൻ എന്നും ഓർക്കും. കാരണം അതെനിക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് ജീവിതത്തിൽ. ഞാൻ ഒരിക്കലും പുള്ളീനെ ഉപേക്ഷിച്ചൊന്നുമല്ല, പക്ഷേ ജീവിതത്തിൽ ആ ഒരു ആൾക്കാരുടെ ഇടയ്ക്ക് ബന്ധങ്ങൾക്ക് വാല്യൂ കൊടുത്തത് കൊണ്ടാണ് ആ ഒരു റിലേഷൻ വേണ്ടാന്ന് വെക്കേണ്ട വന്നതും. ഇപ്പോൾ എവിടെയാണോ എന്തോ, എവിടെ നിന്നാലും ആ ചേട്ടൻ സന്തോഷമായിട്ടിരിക്കട്ടെ, സമാധാനമായിട്ട് ജീവിക്കട്ടെ എന്നും എൻ്റെ പ്രാർത്ഥന ഉൾപ്പെടുത്തുന്നുമുണ്ട്. ചില സമയത്ത് ആലോചിക്കും, അതായിരിക്കും ഒന്നെങ്കിൽ ശരിയായപ്പോൾ അതിൻ്റെ ആ ശാപമായിരിക്കാം ഞാൻ ഈ അനുഭവിക്കുന്നതൊക്കെ എന്ന് ഞാൻ ചില സമയത്ത് ചിന്തിക്കാറുണ്ട്. എനിവേ, ഒരു നഷ്ടപ്രണയം എന്നൊന്നും പറയാൻ എനിക്കിഷ്ടമല്ല. ഇന്നും ഞാൻ ആ ഒരു പ്രണയം കാത്തു സൂക്ഷിച്ച് മനോഹരമാക്കി എൻ്റെ മനസ്സിനുള്ളിൽ വെച്ചിട്ടുണ്ട്. അതൊരിക്കലും നഷ്ടപ്രണയമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഒന്നിക്കാൻ ദൈവം തന്നില്ല. ഇപ്പോഴും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയോ ഞാൻ പ്രണയിക്കുന്നുണ്ട് എന്ന് തന്നെ പറയണം, ഉള്ള കള്ളം പറയാൻ പാടില്ല. ആ പ്രണയത്തെ ഞാൻ ഇന്നും പ്രണയിക്കുന്നുണ്ട്. ആ വ്യക്തിയില്ല, ആ പ്രണയത്തെ ഇന്നും ഞാൻ പ്രണയിക്കുന്നുണ്ട്. മനസ്സിൻ്റെ ഉള്ളിൽ ഒരു
എത്ര മഴ പെയ്താലും മായാത്ത രീതിയിൽ എഴുതി മനസ്സിനുള്ളിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ആ പ്രണയം. അത്ര മധുരമായിരുന്നു ആ പ്രണയം. ഇന്നത്തെ കാലത്ത് കണക്ക് അന്നത്തെ കാലത്ത് ഡേറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. എവിടെയെങ്കിലും വെച്ച് യാദൃശ്യമായിട്ടൊന്ന് കാണും, കണ്ണുകൊണ്ട് സംസാരിക്കും. അതൊക്കെയായിരുന്നു ആ കാലത്തെ പ്രണയം. അത് കാണുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റും. ഇന്നത്തെ കണക്ക് യാത്ര ചെയ്യുക, 2-3 ദിവസം ഒരുമിച്ച് യാത്ര ചെയ്യുക, അതൊന്നും അന്നത്തെ കാലത്ത് പറ്റത്തില്ല. ആൾക്കാർ ശ്രദ്ധിക്കും. ഒരു അമ്പലത്തിൽ വെച്ച് തന്നെ കണ്ടാൽ തന്നെ ആൾക്കാർ പലതും ആൾക്കാർ ശ്രദ്ധിക്കും. അന്നേരം ജസ്റ്റ് ഇങ്ങനെ ആ ഒരു നോട്ടത്തിൽ കൂടെ എല്ലാ കാര്യങ്ങളും പറയും. അതായിരുന്നു അന്നത്തെ പ്രണയം. അത്ര മധുരമായിരുന്നു. ഇന്നെനിക്കത് ഓർക്കുമ്പോൾ ഒരു നഷ്ടപ്രണയം എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇന്നും ഞാൻ പ്രണയിക്കുന്നുണ്ട്. അത് ഭദ്രമായി ഉള്ളിൽ തന്നെ വെച്ച് പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്. മരിക്കും കാലം വരെ ആ പ്രണയം മനസ്സിൽ നിന്ന് പോകത്തതുമില്ല. അത് ആർക്കും പറ്റത്തില്ല. നമ്മുടെ ലൈഫിൽ നമുക്ക് അത്രയും എന്താ പറയുക, ചേർന്നൊരു പ്രണയം ഒരിക്കലും നമ്മൾ മരിക്കുന്ന കാലം വരെ നമ്മളുടെ ശരീരം വിട്ട് പോകില്ല ആ പ്രണയം. അതാണ് എൻ്റെ പ്രണയത്തിൻ്റെ എക്സ്പീരിയൻസ്. പിന്നെ പ്രണയിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രണയിക്കാൻ അതുപോലെ പറ്റില്ല. സീരിയസ്ലി പറയാം, അതുപോലെ നമുക്ക് ആരെയും ലൈഫിൽ ഇനി പ്രണയിക്കാൻ പറ്റില്ല. ഹസ്ബൻഡിനോടുള്ളത് സ്നേഹം, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ എന്നുള്ള ആ ഒരു ഇതായിരുന്നു. പക്ഷെ പ്രണയമെന്ന് പറയാൻ പറ്റത്തില്ല. ഈ യാദർശികമായി കല്യാണം കഴിച്ച് വരുന്ന ഒരു സ്ത്രീകൾക്ക് ഒരു പുരുഷനോടും പ്രണയം തോന്നുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ അത് നമ്മളുടെ ഒരു ജീവിതമാണെന്ന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോകും. ഇത് പറഞ്ഞുകൊണ്ട് ആൾക്കാർ വേറെ ഒന്നും ചിന്തിക്കരുത്. പക്ഷെ പ്രണയം എന്ന് പ്രണയം തന്നെയാണ്. അത് നമ്മളുടെ ജീവിതത്തിൽ വന്ന ആ ഫസ്റ്റ് പ്രണയം, അതൊരു പുരുഷനോ ഒരു സ്ത്രീക്കോ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല ലൈഫിൽ. എനിക്കിന്ന് ഇതാണ് പറയാനുള്ളത്. എൻ്റെ ഒരു പ്രണയത്തെക്കുറിച്ചായിരുന്നു എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കുറേ ഉണ്ട് പറയാൻ, ലെറ്ററുകളും. അതൊരു 13 വയസ്സ് മുതൽ എൻ്റെ കല്യാണം എൻ്റെ 17 വയസ്സിലാണ് നടക്കുന്നത്. ആ ടൈം വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ എൻ്റെ കല്യാണത്തിൻ്റെ 6 മാസത്തിന് മുമ്പ് വരെയുള്ള ആ ഒരു ടൈം, എൻ്റെ കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ലെറ്റർ വരായപ്പോൾ ഞാനും മനസ്സിലൂടെ എന്നെ ആ ചേട്ടൻ ഉപേക്ഷിച്ചെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ പുള്ളി അതല്ലാതെ പുള്ളി എന്തോ ഒരു എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓട്ടത്തിൻ്റെ ഇടയ്ക്കായിരുന്നു, ഒന്നിക്കാൻ പറ്റിയില്ല. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഞാൻ നിനക്കായി കാത്തിരിക്കുമെന്ന് പറയത്തില്ലേ, അതുപോലെ ഇരിക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ആ പ്രണയം എന്നിലേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ ലൈഫിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ജീവിച്ച നല്ല മൊമെൻ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു സമയമാണ്. ഇല്ലെങ്കിൽ എന്നെ സ്നേഹിക്കാൻ ആരെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് സ്നേഹിക്കാൻ ആരെങ്കിലും ഉണ്ട് എന്ന് തോന്നിയ സമയം. കാരണം ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ തോന്നിയിരുന്ന ആ ടൈം തന്നെയാണ്. പരിഭവങ്ങളില്ല, ഒന്നുമില്ല, സ്നേഹം മാത്രം, പ്രണയം മാത്രമായിരുന്നു. അത് എന്താ പറയുക, അത് ഒരു നമ്മൾ എത്രത്തോളം ഒരു പൂ വിരിഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ എത്രത്തോളം മനോഹരമായിരുന്നോ അതുപോലെ തന്നെ ആയിരുന്നു ആ പ്രണയവും. കാരണം എനിക്ക് പിച്ചിപ്പൂ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. മുല്ലപ്പൂ എനിക്ക് ചൂടാൻ ഇഷ്ടമല്ല, പിച്ചിപ്പൂ, ആ പിച്ചിപ്പൂവിൻ്റെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, എന്നെ അത്രയും ഹരം പിടിപ്പിക്കുന്നതാണ് എൻ്റെ ലൈഫിൽ. എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു പിച്ചിപ്പൂവിൻ്റെ മണം. അതിന്നും എനിക്ക് അങ്ങനെ തന്നെയാണ്. പിച്ചിപ്പൂ എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ ഏതൊരു പൂവിനെക്കാട്ടിയും അത്ര ഞാൻ സ്നേഹിക്കുക, എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ലാണ് പിച്ചിപ്പൂ. അതിൻ്റെ സ്മെല്ല് എനിക്ക് എത്രത്തോളം എൻ്റെ ലൈഫിൽ എനിക്ക് ബാധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അതുപോലെ തന്നെയാണ് എനിക്ക് ഈ പ്രണയവും. അത്ര സുഗന്ധമാണ് പിച്ചിപ്പൂവിന്. നിങ്ങൾക്കത് പിച്ചിപ്പൂ മണക്കുമ്പോൾ അറിയാം. അത്ര നമുക്ക് ഒരു ലഹരിയാണ്, എനിക്കൊരു ലഹരിയാണ് പിച്ചിപ്പൂ എന്ന് പറയുന്നത്. അത് പറയാതെ പറയാൻ വയ്യ. അതുപോലൊരു പവിത്രമായ ഒരിതായിരുന്നു എൻ്റെ പ്രണയം. ഇന്നും ഞാൻ പ്രണയിക്കുന്നുണ്ട്. എൻ്റെ ഉള്ളിൽ ഇല്ലെന്ന് പറഞ്ഞാൽ കള്ളമായിപ്പോവും.
ഇന്നും ഞാൻ പ്രണയിക്കുന്നുണ്ട് ആ വ്യക്തിനെ. സീരിയസ്ലി പറയാം, എന്തിനാ കള്ളം പറയുന്നത്? മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയോ ആ ഒരു പ്രണയം ഇന്നും എനിക്കുണ്ട്. അത് ഞാൻ മരിക്കും കാലം വരെ അതങ്ങനെ തന്നെയാണ് ആ പ്രണയം. ഇന്നെനിക്ക് ഇത്ര വയസ്സായി, ഒരു മകളായി, എന്നാലും ഞാൻ പറയാണ്, ഇവിടെ മോനസിനും വേദയ്ക്കെല്ലാം അറിയാം. വേദ എപ്പോഴും ഇപ്പോൾ എന്നോട് പറഞ്ഞു, മമ്മി തേച്ചതാണ് ആങ്കിളിനെന്ന് പറയും. ഒരിക്കലും അല്ല, സാഹചര്യം നമ്മുടെ ബന്ധങ്ങൾക്ക് വാല്യൂ കൊടുത്തതിൻ്റെ ഒരു ഇതാണ്. മോനസ് എപ്പോഴും എന്നോട് ചോദിക്കണം, ആ അഡ്രസ്സ് ഒന്ന് പറ. ഞാൻ പറയാറുണ്ട് അഡ്രസ്സ്, സീരിയസ്ലി. അതിൻ്റെ ഇവിടെ നിന്ന് പോത്തില്ല. ലെറ്ററിൽ തുടങ്ങിയ പ്രണയം ലെറ്ററിൽ തന്നെ അവസാനിക്കും എന്ന് പറഞ്ഞ വർഷങ്ങൾക്ക് ശേഷം. അതാണ് ഞാൻ എപ്പോഴും ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിക്കും പുള്ളിനെ കുറിച്ച്. ഇപ്പം എങ്ങനെ ഇരിക്കും, എങ്ങനെയാണ്, ഇനി ഒന്നും കൂടെ കണ്ടിരുന്നെങ്കിൽ ലൈഫിൽ എവിടെയെങ്കിലും വെച്ച് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. കാണില്ല, കാണാതിരിക്കട്ടെ. നഷ്ടങ്ങൾ എന്നും നമ്മുടെ നഷ്ടങ്ങൾ തന്നെയാണ്. അതിൽ നികത്താൻ ഒന്നിനോടും പറ്റില്ല. അപ്പം ഇന്നെനിക്ക് പറയാനുള്ളത്, എൻ്റെ മനസ്സിലെന്നും പൂത്ത് നിൽക്കുന്ന, ഇല്ലെങ്കിൽ ഒരു പിച്ചിപ്പൂവിൻ്റെ സുഗന്ധമായി നിറഞ്ഞു നിൽക്കുന്ന അതിമനോഹരമായ ഒരു കാര്യമാണ് എൻ്റെ പ്രണയം. ഇന്നും എൻ്റെ ഉള്ളിൽ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ മരിക്കും കാലം വരെ, അല്ലേ? അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാണെന്ന് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കും സുഖം തന്നെയാണ്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. നിങ്ങൾ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും എന്നോട് ഷെയർ ചെയ്യാം കേട്ടോ. സീരിയസ്ലി പറയാം, എനിക്ക് നിങ്ങളോട് ഈ ഒരു കാര്യം ഷെയർ ചെയ്തുകൊണ്ട് ഒരു വിഷമവും ഇല്ല. കാരണം ഞാൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം. അതായത് എന്നെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയണമല്ലോ. സൈന്ധവി എന്താണ്? ഇതാണ് സൈന്ധവി. സൈന്ധവിയുടെ പ്രണയവും ഇതായിരുന്നു. അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കെ. ഓക്കെ, ബൈ ബൈ, ടാറ്റ.